സോ ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് പർപ്പസിനായിരിക്കുള്ളൂ. ഇതിനകത്ത് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫോർ ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് ആയിരിക്കും ഫോർ ലേണിംഗ് പർപ്പസ്. നമ്മൾ ബ്രേക്ക് ഔട്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ബ്രേക്ക് ഔട്ട് സ്റ്റോക്സിൽ സഡൻ മൂവ്മെൻറ്റ് ഒക്കെ കിട്ടും, നല്ല മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. സ്വിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വിംഗ് മീൻസ് നോട്ട് ഫോർ ടു മച്ച് ഹോൾഡ്, ഒത്തിരി ഹോൾഡ് ചെയ്യാനല്ല. സഡൻ ഒരു പ്രോഫിറ്റ് കിട്ടിയ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇറങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ സ്റ്റോക്ക് നമ്മുടെ ഞാൻ കൂടുതൽ പ്രിഫേർഡ് ചെയ്യുന്ന ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രയാങ്കിൾ ഓർ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റോ സൈഡ് വേസ് പാറ്റേൺ ഓർ പീനിയൻ പാറ്റേൺ, അങ്ങനത്തെ പാറ്റേൺസാണ് ഞാൻ കൂടുതൽ മാർക്കറ്റിൽ സെർച്ച് ചെയ്യാറുള്ളൂ. സോ ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഈ സ്റ്റോക്ക് കൊടുക്കുന്നത്. മോസ്റ്റ്ലി എൻ്റെ സ്റ്റോക്സ് പെർഫോം ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കുക, ഞാൻ ലാസ്റ്റ് വീഡിയോസ് ഫുൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ സ്വിംഗ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു പ്ലേലിസ്റ്റാണ്. അതിൽ ഇങ്ങനെ സ്റ്റോക്സ് എന്തൊക്കെ എൻ്റെ ഞാൻ കൊടുത്ത സ്റ്റോക്സ് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത്. സോ എന്തായാലും ട്രാക്ക് ചെയ്യണം, അതൊക്കെ വീഡിയോ പോയി നോക്കണം. പിന്നെ ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യാറുണ്ടോ ഇല്ല എന്നൊക്കെ കൂടി നോക്കണം. പിന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. ഈ ചാർട്ട് ആക്ച്വലി ഓൾമോസ്റ്റ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ കൺസോളിഡേഷൻ കയ്യാറായിട്ടുണ്ട്. ഓക്കെ, 1 2 3 കയ്യാറായിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ബട്ട് നമ്മുടെ എൻട്രി വരുന്നത് ഇതിൻ്റെ അബവ് തന്നെ ആയിരിക്കും. 920 അബവ് ആണ് സേഫ്, കുറച്ചുകൂടി ബെറ്റർ എൻട്രി ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ ഉണ്ട്. സപ്പോസ് മാർക്കറ്റ് നാളെ മറ്റന്നാളെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ റെസിസ്റ്റൻസ് വരെ പോയി, അവിടെ നിന്ന് തിരിച്ച് 920 പോയിട്ട് തിരിച്ച് ഈ ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബൈ എടുക്കാം ഈ ഒരു വിത്ത് സ്മോൾ എസ് എൽ. ഓക്കെ, ഫോർ ടാർഗറ്റ് 999. ഓക്കെ, മീൻസ് 1000 ആണ് അതിൻ്റെ ടാർഗറ്റ് വരുന്നത്. കാരണം വേറെ റെസിസ്റ്റൻസ് ഇവിടെ ഒന്നും കാണുന്നില്ല. ആകെ ഉള്ള റെസിസ്റ്റൻസ് എനിക്കിത് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അബവ് ഓർ ഇവിടുന്ന് തിരിച്ച് ഈ മാർക്കറ്റ് മീൻസ് റീട്രേസ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ, ബ്രേക്ക് ഔട്ട് തന്നിട്ട് റീട്രേസ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈസിലി നമുക്കത് പ്ലേ ചെയ്യാം ഫോർ നല്ലൊരു ടാർഗറ്റ് നമുക്ക് കിട്ടും. ഇതിനകത്ത് ചെറിയ എസ് എൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ. കാരണം ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ജെന്വൻ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ആണെങ്കിൽ അത് തീർച്ചയായിട്ട് കയറിയിരിക്കും. ജെന്വൻ ബ്രേക്ക് ഔട്ട്, ജെന്വൻ മറ്റേ വോല്യൂം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരിക്കും, തിരിച്ച് വരത്തില്ല. ഞാൻ അങ്ങനെയാണ് ഇത്ര നാളായിട്ട് ട്രാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും ഈ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്സ് ചില സ്റ്റോക്സ് അങ്ങനെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് കാണിച്ച് സഡൻ തിരിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെറും വേസ്റ്റാണ്. നമ്മളത് നോക്കേണ്ട, ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എസ് എൽ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറണമെങ്കിൽ അത് വീണ്ടും ട്രാപ്പ് തന്നെ ചെയ്യത്തുള്ളൂ. ജെന്വൻ വോല്യൂം, ജെന്വൻ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അടിച്ച് കയറും, നമ്മളെ ടാർഗറ്റ് അടിച്ചിരിക്കും. അതാണ് ആക്ച്വലി ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിൻ്റെ ഒരു ലോജിക്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പണ്ടൊരു ATH എടുത്തിട്ടുണ്ടായിരുന്നു. റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈൻ നന്നായിട്ട്. ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു, ഇവിടെ സപ്പോർട്ട് ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു, സപ്പോർട്ട് ഇവിടെ ദെൻ ബൗൺസ്, വെൻ ബ്രേക്ക്, വീണ്ടും സപ്പോർട്ട് ബ്രേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ അവിടെ നിന്ന് ഒത്തിരി സപ്പോർട്ട് എടുത്തു കഴിഞ്ഞു, ഒത്തിരി തവണ ഈ ഒരു ഏരിയനെ 800 നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഏരിയയിൽ കൺസോളിഡേഷനും കഴിഞ്ഞു, ഉണ്ടാവും നന്നായിട്ട് കൺസോളിഡേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് 920 അബവ് ഇനി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 999 അതിൻ്റെ അബവ് ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ സിംഗിൾ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സപ്പോസ് ഇവിടുന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു, ആ ക്വാണ്ടിറ്റി ഞാൻ പറയുന്ന ടാർഗറ്റ്, ഈ ടാർഗറ്റിൽ എല്ലാം ഓൾമോസ്റ്റ് 80% ക്വാണ്ടിറ്റി നിങ്ങൾ ബുക്ക് ചെയ്യുക. ബാക്കി 10 to 20% മാത്രം നമുക്ക് ഹോൾഡ് ചെയ്യുക ഫോർ നെക്സ്റ്റ് ടാർഗറ്റ്. ഇതിൻ്റെ നമ്മൾ ഫിബൊനാച്ചി വെച്ചിട്ടാണ് ഞാൻ നോക്കാറുള്ളൂ, കാരണം ATHലാണ്. സോ നമ്മൾ ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ടാർഗറ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. 1210 സംതിങ് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഹ്യൂജ് ടാർഗറ്റ് ആയിരിക്കുള്ളൂ. ചെറിയ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 1190. അപ്പോൾ നല്ല ടാർഗറ്റ് വരുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 1000 അബവ്
999 ഓൾ ടൈം ഹൈ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടാർഗറ്റ്സ് ആണ്. കാരണം കൺസോളിഡേഷൻ കഴിഞ്ഞു, അതാണ് എൻ്റെ മെയിൻ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിബൊനാച്ചിയുടെ ഈ ഒരു ലൈക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് 7.786 0.786 ഇതിൻ്റെ അബവ് എനിക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഫ്രഷ് ബയേഴ്സ് തുടങ്ങും, അവർ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ, ഫ്രഷ് ബയേഴ്സ്, ന്യൂ റിറ്റെയിലേഴ്സ് അവരൊക്കെ വരാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട്. സോ നല്ലൊരു അപ്പ് മൂവ് പിന്നെ അവിടെ നിന്ന് കിട്ടാൻ തുടങ്ങും. അതാണ് അതിൻ്റെ നമുക്ക് മാറേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മാറേണ്ടത് വേണമെങ്കിൽ ഇവിടെ ATHൻ്റെ അടുത്ത് 999 ആണ് ഞാൻ ലെവൽ കൊടുത്തേക്കുന്നത്. ആ ഏരിയയിൽ നമുക്ക് മാറേണ്ടതാണ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ, സേഫ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ. ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കാരണം പണ്ടത്തെ പോലെ എല്ലാ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യേണ്ടത്, നന്നായിട്ട് ട്രാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മാർക്കറ്റ്. സോ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പ്ലേ ചെയ്യാൻ. ഓക്കെ, സോറി, സ്റ്റോക്കിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. വെസ്റ്റ് ലൈഫാണ് ഇത് കൺസ്യൂമർ ഫുഡ്സാണ് സ്റ്റോക്ക്. സോ ഐ തിങ്ക് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതാണ്. സോ നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ എന്തായാലും അത് ട്രാക്ക് ചെയ്യണം നന്നായിട്ട്. കാരണം ഇപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് വീക്ക് ഓർ വരുന്ന 1-2 ആഴ്ചകളിൽ ഇങ്ങനത്തെ സ്റ്റോക്സ് ആയിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. നമ്മുടെ ഇൻഡെക്സിനെക്കാളും ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.